നമ്മുടെ ഭാവി ലോകത്തെ എപ്പോഴെങ്കിലും ഭാവനയിൽ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള വേദിയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ. ഭാവിയിലെ മാറ്റങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ഇന്നേ എക്സ്പീരിയൻസ് ചെയ്യാം. സമ്മിറ്റിലെ പ്രധാന ആകർഷണം റോബോട്ടിക് എക്സ്പോയാണ്. റോബോട്ടിക് നായ മുതൽ റെസ്റ്റോറൻറ്റിലെ റോബോട്ടിക് വെയിറ്റർ വരെ എക്സ്പോയിൽ ഉണ്ട്. ടെസ്ല കാറാണ് മറ്റൊരു ആകർഷണം. ഇവൻറ്റിൻ്റെ പർപ്പസ് തന്നെ ഫ്യൂച്ചർ യങ് ജനറേഷൻ അല്ല ഇവിടെ നമ്മുടെ സൊസൈറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഡെമോ ചെയ്താൽ മാത്രമേ അതവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ടാഞ്ചിബിൾ ആയിട്ടുള്ള ഡെമോൺസ്ട്രേഷൻസ് ആണ് എല്ലാ ഇവൻറ്റുകളിലും എല്ലാ എക്സ്പോസിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനും അവർക്കത് അതിൻ്റെ ഫീൽ എന്താണെന്ന് മനസ്സിലാക്കാനും പറ്റും. വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും മാസ്റ്റർ ക്ലാസ്സുകളും ഒക്കെ നടക്കുന്ന സമ്മിറ്റിൽ ഫുഡ് സ്ട്രീറ്റും ഫ്ലീ മാർക്കറ്റും സംഗീത നിശകളും ആഘോഷത്തിൻ്റെ വേദികളാകുന്നു. വൈകുന്നേരം ഒരു ഫുഡ് സ്ട്രീറ്റിലേക്ക് വരുന്ന അവസ്ഥ എന്നൊക്കെ പറയാം. നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിലും ചൈനയിലൊക്കെ കണ്ട ഒരു മോഡൽ. അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് ബിനാലെ, അതുപോലെ എല്ലാ ദിവസമുള്ള എൻ്റർടൈൻമെൻറ്റ്, ഇതെല്ലാം മറ്റു ഇവൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന, ഞാൻ ആദ്യം പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല, എന്നാൽ എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഇവൻറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത്ര അക്സെപ്റ്റൻസ്. കാരണം സ്കൂൾ സ്റ്റുഡൻസ് മാത്രമല്ല, പല പല വിഭാഗത്തിൽ നിന്ന് ആൾക്കാരാണ് ഈ ഇവൻറ്റിലേക്ക് അല്ലെങ്കിൽ സമ്മിറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കേരളത്തോടുള്ള പ്രതിബദ്ധതയാണ് സമ്മിറ്റിലൂടെ വ്യക്തമാക്കുന്നത്. ആദ്യ സമ്മിറ്റിൽ തന്നെ ജനങ്ങൾ ആവേശഭരിതരാണ്. അടുത്ത വർഷത്തെ സമ്മിറ്റിനെ കുറിച്ച് അവർ ഇപ്പോഴേ ചിന്തിച്ചു തുടങ്ങിയെന്നും ഡയറക്ടർ ടോം ജോസഫ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.